ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങൾക്കും അതെ, ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം നല്ലൊരു വർഷം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നൊരു വർഷമായിരുന്നു എനിക്ക്. പിന്നെ ഞങ്ങൾക്ക് വണ്ടി കിട്ടി. പിന്നെ അങ്ങനെ ഒരുപാട് നല്ല വർഷം തന്നെയായിരുന്നു. കുറച്ച് ബാഡും ഉണ്ട്, കുറച്ച് നല്ലതുണ്ട്. വേദന ഇല്ലാത്ത വർഷങ്ങൾ ഉണ്ടാവില്ലല്ലോ നമുക്ക് എന്തായാലും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഇവിടെ തന്നെ വയനാട്ടിലെ ഏറ്റവും വലിയ പൂപ്പലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ബാക്കുവാ, നമുക്ക് പോയി നോക്കാം കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. അതെ, നമുക്ക് പോയിട്ട് വരാം. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. കാരണം അതിന്റെ നേരെ മുന്നിലായിട്ട് പാർക്കിംഗ് ഇല്ല. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന്റെ മുന്നിൽ പാർക്കിംഗ് ഇല്ല. അപ്പൊ കുറച്ച് പുറത്തായിട്ടൊക്കെ കൊണ്ടിട്ടിട്ട് നടന്നു വരണം. എൻട്രൻസ് ഉണ്ടല്ലോ, അതെ, എൻട്രൻസ് കഴിഞ്ഞ് ചുള്ളിയോട് റോഡിൽ കുറച്ചും കൂടി മുമ്പോട്ട് ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഇടുന്നുണ്ട്. അതെ, അപ്പൊ അതിന് നേരെ പാർക്കിംഗ് ഇല്ലാത്തതിന്റെ കാരണം ചിലപ്പം അവിടെയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്, അതിന്റെയൊക്കെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തതിന്റെ കാണട്ടോ എത്ര രൂപയാണ് ടിക്കറ്റ് എന്നൊക്കെ പറയാതെ. തിരക്കുമായി. അതെ, അപ്പൊ ടിക്കറ്റ് എടുത്തുട്ടോ. ടിക്കറ്റ് 70 രൂപ. ഈ പ്രാവശ്യം നമുക്ക് അഡൽസിന് 70 രൂപയും പിള്ളേർക്ക് 35 രൂപയാണ്. പിള്ളേർക്ക് 6 വയസ്സ് തൊട്ടുള്ള പിള്ളേർക്കുള്ളൂ കേട്ടോ. 6 വയസ്സുള്ളൂ. അതെ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കൊണ്ടോ 35 രൂപ. അതിന് മേളിലേക്ക് പൈസ കൊടുട്ടോ. അപ്പൊ നമുക്ക് കയറി നോക്കാവേ. അങ്ങനെ എൻട്രൻസിൽ തന്നെ നമ്മളെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ. അടിപൊളി പൂപ്പലി എന്ന് എഴുതിയിട്ടുണ്ട്. പൂവിന്റെ ഒക്കെ മണം. അതെ, ഇവിടെ ജമന്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി, കൊള്ളാല്ലേ. ഇതെന്തായിട്ട് തേനീച്ചക്കൂടാണോ? അത് താഴെ ലൗച്ചിന്റെ കാണുന്നുണ്ട്. സാധാരണ തേനീച്ചക്കൂടല്ല അത്. ഇല്ല, എന്തോ വെറൈറ്റി ചെയ്ത് ചെയ്തേക്കാല്ലേ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. അതെ, ഇവിടെയൊക്കെ ഫുള്ളേ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇവിടെ പൂട്ടിയല്ലേ? ഈ ഗേറ്റ് ഇല്ലായിരുന്നു. ഇതെന്താ അറിയോ, കൊള്ളാം. ഇത് സൂപ്പറാണല്ലോ ഏട്ടേ. വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. ഇവിടേക്ക് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. മിസ്സായി പോയേനെ അല്ലേ. കൊള്ളാം. ഇതെന്തായിട്ടേ? പൂക്കളല്ല, മറ്റേ ചെറുതിന്റെ മിനിയേച്ചർ വേഷൻ തോന്നുന്നു അല്ലേ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഇത് കണ്ടോ, ഇത് നല്ലൊരു കളറല്ലേ. ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ വരുന്നൊരു കളർ അല്ലേ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് സൂര്യകാന്തി ഉണ്ട്. പക്ഷെ സൂര്യകാന്തി വിരിഞ്ഞു പോയോ? വിരിയുന്നേ ഉള്ളൂ. അല്ല, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലേ. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് വിരിഞ്ഞു പോയതാ. വിരിഞ്ഞു പോയി തോന്നുന്നല്ലേ. ഇവിടെ നല്ല ഡാലിയുണ്ട്. ഡാലിയന്റെ ഒക്കെ മുഴുപ്പുണ്ട് അല്ലേ. അതൊക്കെ ആ മഞ്ഞ ഡാലിയന്റെ മുഴുപ്പ്. ചിലത് മാത്രം അത്രയും വലുതായിട്ടുള്ളൂ. ചെടി പാമ്പ്. അവിടെ ഇതാണ് മലമ്പാമ്പ്. മലമ്പാമ്പ്. ഇത് നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയതാണ്. കൊള്ളാല്ലേ. അത് വല്ലാത്തൊരു പെട്ടെന്ന് ഒരു പേടിക്കുന്ന ഒരു ഇതാണല്ലോ. ഇനി അങ്ങനെ ഇവിടെ സിംഹം, കടുവയും പുലിയും ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ അന്ന് ഈ സപ്പോർട്ടയിൽ നിറച്ച് കായായിരുന്നല്ലോ. ഈ വർഷമില്ല. പറിച്ചിട്ടുണ്ടാവും. കാരണം പിന്നെ കുരങ്ങന്മാരുടെ ഇപ്പൊ ഭയങ്കര ഇതുണ്ടല്ലോ, ശല്യമുണ്ട് നമുക്ക്. അപ്പൊ അതും കൂടി ആയതുകൊണ്ട് രൂക്ഷമാകുന്നു. നമുക്ക് ഫ്രണ്ടിൽ വെച്ച ചെടി ഇത് ഗ്ലാഡിയോല. ചെണ്ടുമല്ലിയൊക്കെ ഒരു ചട്ടിക്കകത്തായിരിക്കുന്നത്. ഗ്ലാഡിയോലസ്. ഫാൻസി എന്തേ? ഫാൻസി ഒരേ വീഡിയോ എടുപ്പാട്ടോ. ഓ, ഈ പ്രാവശ്യം 2 അരയനും ഉണ്ട്. എല്ലാരും വിചാരിക്കും എനിക്ക് ചാനലുണ്ടെന്ന്. ചാനലില്ല, സ്വന്തം ചാനൽ. ഒറ്റ ചാനലുള്ളൂ. ഗ്ലാഡിയോല നല്ല രസമുള്ള ചെടിയല്ലേ. ആയിട്ടില്ല, മൊത്തത്തിൽ ഫിനിഷിങ് കിട്ടുന്നില്ല. മൊത്തത്തിൽ വിരിഞ്ഞിരുന്നെങ്കിൽ ഫിനിഷിങ് ആയി നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പൊ ഫിനിഷിങ് വന്നിട്ടില്ല. 3 കളറേ ഉള്ളൂ തോന്നുന്നു. ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ കേറുന്നൊക്കെ ഒരു 10-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ കയറല്. ഇന്നിപ്പോ 1-ാം തീയതി തന്നെ നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് കയറിയത്. അതിന്റെ ഒരു പ്രത്യേകതകൾ ഉണ്ടാവും. പൂക്കളൊക്കെ വിരിഞ്ഞുണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ആൻസിക്ക് ഇതൊന്നും വരാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പഴയ പനിനീർ ചാമ്പ, എന്താ മലയാപ്പിൾ എന്നൊക്കെ പറയുന്ന സാധനം. ഇവിടെ 4-5 മരം ഉണ്ട്. അതിന്റെ
പക്ഷെ ഇതിനിതേ ആ കൊഴിയുന്ന സമയത്തിന്റെ അടിയിൽ വന്ന് നിൽക്കണം. ഒരു വല്ലാത്തൊരു ഭംഗിയായിരിക്കും. ഈ റോസ് കളർ ഫുള്ള് ഇങ്ങനെ പരവിതാനി. നമ്മൾ പോയ വഴി തെറ്റിയോ? നമ്മൾ പോയ വഴി തെറ്റി. തെറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, തീർച്ചയായിട്ടും. ഇത് പൊളിച്ചല്ലേ? ഇത് കൊള്ളാം. ഇതിന്റെ തൊട്ട് ബേക്കിലായിട്ട് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് വരുന്നത്. ഇത് പൂക്കുന്നേ ഉള്ളൂ അല്ലേ? ഇത് മൊത്തം പൂത്തുന്ന നല്ല രസമാണ്. നല്ല ഭംഗിയാണ്. പൂത്ത് വരുന്നേ ഉള്ളൂ എല്ലാം. ഉണ്ടല്ലോ ഇവിടെ വരച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു? എടുക്കാൻ വേണ്ടിയല്ലേ? ഇവിടെ ഫുള്ള് പച്ചക്കറിയാണ്. അത് പച്ചക്കറിയും അല്ല, ഞാൻ ചുമ്മാ അങ്ങ് വലിച്ചു വരി നട്ടേക്കുമല്ല. ഓരോ ഡിസൈൻ ഉണ്ട്. ഞാൻ വേറെ കാര്യം പറയട്ടെ, അവിടെ ഫുള്ള് മറ്റേ ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, സൂര്യകാന്തി ആയിരുന്നു ആ ഏരിയ മൊത്തം. ഈ പ്രാവശ്യം മൊത്തം പച്ചക്കറി ആയിരിക്കും. അതെന്തായാലും നന്നായി. അതെന്തായാലും നന്നായി. ഇത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഉപയോഗിക്കാം. അത് മാത്രല്ല, കാണാനൊരു ഭംഗിയുണ്ട്. അത് മാത്രല്ല, പൂക്കള് മാത്രം പോരല്ലോ നമുക്ക്, അതെ, പച്ചക്കറിയും വേണല്ലോ. ഇതിപ്പോ നമ്മള് വടുവഞ്ചാൽ റോഡിന്റെ അവിടെ എത്തി. അപ്പൊ നമുക്ക് റിട്ടേൺ അടിക്കാം. റിട്ടേൺ അടിച്ചിട്ട് അതിൽ ഇറങ്ങാം അല്ലേ? താഴേക്ക് ഇതിലൂടെ ഇറങ്ങാം. ഇതിലൂടെ വേണമെങ്കിൽ ഇറങ്ങാം. ഇറങ്ങാവോ? ഇതെല്ലാരും ഇതിലെ തിരിച്ചു വരുന്നല്ലേ? നമ്മളെന്തും മണ്ടന്മാരാ. നമ്മളെ തന്നെ നമ്മൾ പൂടുത്തല്ലേ? മെലസ്റ്റോമ പൂത്തിട്ടില്ല, മൊത്തം പൂക്കുന്നേ ഉള്ളൂ. ഇതേ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ കാപ്പിക്കുരു. ആരെയും കളിയാക്കരുത്, കാരണം നമുക്ക് വയനാട്ടിലുള്ളവർക്കൊക്കെ, വയനാട് ഇടുക്കിയിലൊക്കെ ഉള്ളവർക്ക് കാപ്പിക്കുരു എന്താണെന്ന് അറിയാം. അതറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇത് പറിക്കാൻ നിർത്തിയേക്കുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് കാപ്പിപ്പൊടി കിട്ടുന്നത്. ഇത് കൊള്ളാം. ഇത് പുറത്തേക്കുള്ള വഴിയായിരുന്നല്ലോ. അതെ, പുറത്തേക്കുള്ള വഴി. തുടങ്ങി പുറത്തേക്കുള്ള വഴിന്റെ ഇവിടെ എത്തി. ഇതിലിങ്ങനെ കറങ്ങാടി താഴേക്ക്, ഇതിലെങ്ങനെ കറങ്ങി താഴേക്ക് പോവാം. അങ്ങനെ പോകാം. പൊളിച്ചല്ലേ? അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങോട്ട് പോവാ. ഇവിടെ നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇവിടെ ഈ പൂക്കളല്ലായിരുന്നു. ഫുള്ള് ചെണ്ടുമല്ലിയായി. ഇതിൽ കയറി നിന്ന് കാണാൻ ഒരു ഗാലറി ഉണ്ട്. കൊള്ളാല്ലേ? സന്തോഷേട്ടനല്ലേ വരുന്നത്? സന്തോഷേട്ടോ, എല്ലാ ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ട്. അതെ, ഈ കഥകളിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവിടെ ഞങ്ങൾ ഇന്ന് പോകുന്നു. നമുക്ക് അതിൽ നേരെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. താഴെ നല്ല വ്യൂ കൂടി കാണാം അല്ലേ? ഇത് കൊള്ളാല്ലേ? ഒരു തരം പ്രത്യേകതരം വയലറ്റ്. പിന്നെ നമ്മള് ഡാലിഗയ്ക്ക് ഇന്നത്തെ വീഡിയോ കൂടുതൽ ഞാൻ ആൻസിനെ കൊണ്ട് ഒട്ടൊടിപ്പിക്കുന്നത്. ആൻസിന്റെ പ്രത്യേക ഷോട്ടുകൾ, ഈ പൂക്കള് കാണുമ്പോൾ ചില ഷോട്ടുകൾ ഉണ്ട്. പൂക്കള് കാണുമ്പോൾ വല്ലാത്തൊരു വികാരമാണ്. അതെ, ഡാലിക കണ്ടോ? അപ്പുറന്ന് ഈ സൈഡിലേക്ക് വന്നു. അവിടെയായിരുന്നു കേട്ടോ നമ്മൾ നിന്നിരുന്ന സ്ഥലം. 70 ആണെങ്കിലേ ഇവിടെ മാങ്ങുഞ്ഞുങ്ങൾ നിന്നതിനെന്താ കണ്ടോ? 70 ആണെങ്കിലേ ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. അവക്കാഡോ സിറ്റിയിലേക്ക് കയറണം. അങ്ങോട്ട് കയറ്റില്ലല്ലേ? പ്ലാസ്റ്റിക് ഫ്ലവർ അല്ലടി, ബോഗൺവില്ല. പ്ലാസ്റ്റിക് ഫ്ലവർ എന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പോഴല്ലേ വലിയ ഇപ്പോഴേ പരിഷ്കാരങ്ങൾ കൂടിയത്. അവക്കാഡോ കൊള്ളാല്ലേ? ചിട്ടി വെച്ച പോലെ എഴുതിയിരിക്കുന്നുണ്ടോ? അവക്കാഡോ സിറ്റി. ഇവിടുന്ന് ശരിക്കും അമ്പലയിൽ നിന്നുണ്ടല്ലോ, നമ്മുടെ ഈ സിറ്റിയിൽ നിന്ന് എന്തുകൊണ്ട് സാധനം കയറി പോകുന്നുണ്ടോ? വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കായ്ക്കുക. വയനാട് കൊടൈക്കനാലൊക്കെ കൂടുതൽ കായ്ക്കുക. വെയിൽ കൂടുതലുള്ളടത്ത് അങ്ങനെ കായ്ക്കില്ല. ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ഒരു ഇതാണ്. സത്യം പറയട്ടെ, ആ മേളിൽ കയറി കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ. കാരണം കൂടുതൽ പൂക്കൾ ഇങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത്. മേളിൽ നിന്ന് ആ കളർ മാത്രമേ കാണുള്ളൂ. ഇതില് പക്ഷെ വെള്ളം കുറഞ്ഞല്ലേ കുളത്തില് അല്ലേ? മീനൊക്കെ ഉള്ളു ഇതിനകത്ത്. ശരിക്കും മീനുണ്ട്. അത് ഈ കുളം അല്ല, വേറെ കുളം. ഇതിന്റെ അപ്പുറത്ത് വേറൊരു കുളമാണല്ലോ. ഇത് വേറെ കുളം. മൊത്തം കുളമായല്ലേ? മൊത്തം കുളമാണല്ലേ? അതിന്റെ നാടൻ വെറൈറ്റി അല്ലേ? അല്ലേ? നാടനൊന്നുമില്ല. പക്ഷെ അല്ല, വേറെ വെറൈറ്റി അല്ലേ ഇത്? പണ്ടുണ്ടായിരുന്ന നാടൻ വെറൈറ്റിയാണിത്. ഇതിപ്പോ അങ്ങനെ വലിയ കാര്യമായിട്ട് എവിടെയും കാണില്ല. എപ്പോഴും ഉണ്ട് അല്ലേ? ലവ്ചിനം കൊള്ളാം. ആ ലവ്ചിനത്തിന് ഒരു മാറ്റവും ഇല്ല അതിലെ. കൊള്ളാം. മേളിൽ നിന്ന് നോക്കിയ വ്യൂവേ അല്ല, വേറൊരു വ്യൂ ആയി. ചേട്ടേ, ഇവിടെ കൊള്ളാനോ? പുതിയൊരു ക്ലോക്ക് ഒക്കെ വന്നല്ലോ. പക്ഷെ രസം എന്താ അറിയോ? ആ ക്ലോക്ക് വർക്കിംഗ് കാറ്റടിക്കുന്നതനുസരിച്ചായിരിക്കും. കാറ്റല്ലേ, ആ സൂചി കറങ്ങുന്നുണ്ടോ? ഇതിന് കറണ്ടുണ്ട്.
സമയം എത്രയായിരുന്നു അവിടെ? സമയം 8 മണിയായിട്ടുള്ളൂ. പക്ഷേ 11:21. ഇപ്പൊ എത്രയായിരിക്കും? സമയം തെറ്റാ. അത്രേ ഉള്ളൂ. സമയം തെറ്റാണ് ഇതില്. പക്ഷെ ഈ താഴെ നിൽക്കുന്ന പൂക്കളും കൂടി ഈ കുഞ്ഞു പൂവും ഈ മഞ്ഞ ഉണ്ടല്ലേ, അത് കൊള്ളാലോ. പിന്നെ ഇതൊക്കെ നോക്കി രസമില്ലേ? അങ്ങോട്ടൊന്ന് കാണിച്ചാൽ പൂക്കൾ അടിപൊളിയാട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആൻസിന്റെ ഷോട്ട്. ഇത് നോക്കാം ആൻസി, ഇങ്ങോട്ട്. മേളില് കഥകളീൻ്റെ ഇത് കണ്ടോ? അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കഥകളി ഇതേ എന്റെ ഡ്രസ്സിന്റെ കളർ പോലെ ഉണ്ടല്ലേ, പല കളറാ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ കൂട്ടായിട്ട് നിക്കുന്ന കാണുമ്പോഴേ ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഇല്ല ഉച്ചിനില്ല, ഈ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തേക്കുന്നില്ലേ, ഇതിലും കൂടി പൂക്കൾ വേണമായിരുന്നു. അതെ, അത് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ എന്തോ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അല്ലായിരുന്നോ? വെർട്ടിക്കൽ ഗാർഡൻ തന്നെ ഇലച്ചെടി എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇലേന്റെ കളർ ഉണ്ടല്ലോ, പക്ഷെ ഒരു സുഖമല്ല. അവിടെ അരണ്യത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതാണ് 1-ാം തീയതി തന്നെ വന്നാലുള്ള പ്രശ്നം. പലതും പൂർത്തിയായിട്ടുണ്ടാവില്ല. നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അതുമില്ല. നമ്മുടെ സ്വന്തം നമ്മുടെ ടൗണിൽ നടക്കുന്ന അതെ, നമ്മുടെ പരിപാടിക്ക് നമ്മളല്ലാണ്ട് പിന്നെ ആര് വന്നിട്ട് എന്ത് കാര്യം? ഇതിലൊന്നും ഇല്ല കേട്ടോ. ഇതിൽ മറ്റേ വെള്ളത്തിന്റെ ആ ഒരു അല്ല, അത് മാത്രമേ ഉള്ളൂ. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാലേ 1-ാം തീയതി 11:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നല്ല തിരക്കായി, അത്യാവശ്യം തിരക്കായി കേട്ടോ. കുഞ്ഞാറ്റനെ കൊണ്ടുപോയത് നന്നായി. അതെ, അതേ അപ്പുറത്ത് മറ്റേ കാട്ടി. ഇനി ഇവിടെ പുലിയും കൂടി ഉണ്ടാവുമല്ലോ. പുലിയോ കടുവയോ അങ്ങനെ അവിടെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുറേ മാറിയിട്ടുണ്ട്. കുറേ മാറി. ഇത് കുറച്ചേ കണ്ടുള്ളൂ അല്ലേ നമ്മുടെ. അതെ, ഇതാണ് പക്ഷെ ഒരു എടുപ്പുള്ള കളറും എടുപ്പുള്ള ഒരു ചെടിയും. കുറേ കൂടിയൊക്കെ ആവായിരുന്നു. നമ്മ കാട്ടുപോത്ത് നോക്ക്, കാട്ടുപോത്ത് കൊള്ളാം അല്ലേ? ഒരു സൈസ് ഓഫ് സാധനം. അതെ അതെ. അതാരാ നിൽക്കുന്നത്? അത് നമ്മുടെ നാട്ടിലെ ശരിക്കും നമ്മുടെ കൂട്ടുകാരനെ പോലെയാണ് ഇപ്പൊ വയനാട്ടുകാർക്ക്. എവിടെ നോക്കിയാലും ആശാന്റെ വാർത്ത മാത്രമാണ് കാണാനുള്ളൂ. ആശാൻ അവിടെ കിട്ടി, ആശാൻ ഇവിടെ കിട്ടി, ആശാൻ അവിടെ ഇറങ്ങി, ആശാൻ ഇവിടെ ഇറങ്ങി, ഇത് തന്നെയുള്ളൂ. അതെ, നമ്മുടെ കടുവ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ പൂപ്പലിന്ന് എഴുതിയിട്ടുണ്ട് ചെടി വെച്ച്. ഇത് ഫുള്ള് ബോൾസ് ആണ്. നമ്മളിതിലെ സിക്സാക്ക് പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് കാണുന്നത് ഒരു ഇതുണ്ട് ശരിക്കും. വഴിയുണ്ട്. നമ്മൾ ആ വഴി ശരിക്കും ഒരു വഴി ആരോമാർക്ക് എന്തെങ്കിലും വെക്കേണ്ടി വരും. നമ്മൾ നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെ പോലെയാണ് ആൻസി അല്ലേ? ഇത് രസമുണ്ട് പൂവാണ് അല്ലേ? ഇതെന്തായിരിക്കും സംഭവം? ഇത് പൂ അല്ല, ഇത് എന്ത് പൂവായിരിക്കുന്നത്? അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അധികം. എന്തോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? സ്റ്റാർ അല്ലേ? സ്റ്റാർ അല്ല, ഒരു ഫ്ലവർ തന്നെ, ഫ്ലവർ പോലെ തന്നെ ചെയ്ത് വെച്ചേക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഉണ്ട് കുറെ പൂക്കൾ. ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരമ്മയുണ്ട്. ഇത് കൊള്ളാം അല്ലേ? ഈ കളറേ വല്ലാത്തൊരു ഭംഗിയുള്ള കളറാറേ. ആൻസി, നിനക്ക് വേറെ കാര്യം അറിയോ? നമ്മൾ നേരത്തെ അവിടെ നിന്ന് നടന്നു വന്നില്ല പച്ചക്കറീൻ്റെ ഇല, അത് ഇതിലെയാണ് വന്ന് കയറുക. കണ്ടോ, ഈ വഴി വന്ന് കയറും. പച്ചക്കറീൻ്റെ ഇല വന്ന് കയറിയ. പച്ചക്കറി ആയതുകൊണ്ടല്ലേ നീ തിരിഞ്ഞേ? പച്ചക്കറി ആയതുകൊണ്ടല്ല, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വഴി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലാത്തോണ്ടാണ്. ഇനി നമ്മൾ കൊറേ വളഞ്ഞ് മൂക്ക് കുടിച്ചെന്ന് പറയാലോ. അതെ, അതാണ് സത്യം. കളർ കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മുടെ കുഞ്ഞാറ്റേനെ പോലെയുള്ള പിള്ളേരുടെ സെക്ഷനാണ്. അത് പക്ഷേ മാത്രല്ല, അവിടെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം, പിള്ളേരുടെ കിഡ്സിന്റെ സ്ഥലത്തേക്ക് കയറുന്നതിന് എൻട്രിയോ ഫീസോ ഒന്നും വേണ്ട. അവർക്ക് ഇഷ്ടമാതിരി ഇരുന്ന് കളിക്കാം. കേറി ഇങ്ങനെ കളിച്ച് വൈകുന്നേരം ആകുമ്പോ അല്ലേ? പണ്ട് നമ്മൾ വന്ന് ഓർക്കുന്നുണ്ടോ? അതെ, ഓർക്കുന്നുണ്ട്. വൈകുന്നേരം ആവാൻ എപ്പോഴാണ് പോയത്. ഇവിടെ കിളികളൊക്കെയാണ് ഉള്ളത്, പക്ഷെ ഒന്നിനെയും കാണിക്കാൻ പറ്റില്ല. എല്ലാം ഉള്ളിലൊക്കെ ആയിട്ടാണ് ഇരിക്കുക. എല്ലാവരും ഉള്ളിലായിട്ട് ഇരിക്കുകയാണ്, ആരെ കാണുന്നൊന്നുമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കരിങ്കോഴി എല്ലാം കറുത്തായിരിക്കുന്നത്. ഇതുങ്ങളെ മുട്ടയ്ക്ക് എന്ത് പ്രത്യേകത ഇല്ലേ? മുട്ടയ്ക്ക് നല്ല ഗുണമാണ്. ഗുണം. ഈ കോഴികളൊക്കെ രസമാണ്. നോക്കടി, അതിന്റെ കാല് കാണുന്നുണ്ട് ഭംഗിയുണ്ടല്ലേ. കൊളംബിയൻ ബ്രഹ്മയോ? മലയാളം വായിക്കാൻ കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ടും ഇംഗ്ലീഷ് ഒട്ടും വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ടും നിങ്ങൾ തന്നെ വായിക്കാൻ, അല്ല നിങ്ങൾ തന്നെ വായിക്കേണ്ടതാണെന്ന്. കൊള്ളാം. കോഴികൾ എല്ലാം വെറൈറ്റി ആയിട്ടുണ്ടല്ലേ.
നട്ടുച്ചയ്ക്കാണ് ഇവിടെ പോകുന്നത്. അതിന് തട്ടാൻ സമയമായി. അതാ നട്ടുച്ചയ്ക്ക് പോകുന്നത് ഇവിടെ. അതിനേ അപ്പൊ കൂവിയാനെ തിരികെ കയറ്റ സമയമായി. തിരികെ കയറ്റാണ്. തിരികെ നിങ്ങൾ ഒന്നേ കയറ്റുള്ളൂ, പിന്നെ കയറ്റേണ്ടി വരില്ലാന്ന്. കരിങ്കോഴി ഈ കരിങ്കോഴിന് മുട്ട കറുത്തിരിക്കുന്നു ശരിയാണ്? എനിക്കറിയില്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചു നേരത്തെ എന്തായിരിക്കും പ്രത്യേകത. അതെനിക്കറിയില്ല. ഇവിടെയൊക്കെ രാത്രി ഇവിടെയുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും ഇവിടെയാണ് ഡ്യൂട്ടി വരിക. ഡ്യൂട്ടി കൂടുതൽ ഇവിടെയാണ്. എല്ലാ പിള്ളേരും ഏകദേശം ഇവിടെ ഉണ്ട്. അത് കണ്ടറിഞ്ഞ് കുറച്ച് ഐസ്ക്രീമുകാർ ഇവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോപ്കോൺ സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് പ്രാവുകളാണോ, പലതരം വെറൈറ്റി തരം പ്രാവുകൾ. എനിക്കിതിനെ പറ്റി ഒന്നും വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് അതാ അതിനാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, പ്രാവ്, പിജിയൻ, അല്ല പലതരം പ്രാവുകളുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കളറൊക്കെ മാറ്റി. എല്ലാത്തിനും ഈ ഊഞ്ഞാല് പുതിയതാണ്, ഈ പിള്ളേർ നാടുന്നത്. അത് ശരിയാണ്, പുതിയതാ. ആ പുഴുവൊക്കെ അന്നുണ്ട്. അതില് കിടന്നാടാ. അത് കൊള്ളാലോ. കിടന്ന് നിന്ന് കേടായി. ഞാൻ വേറെ കാര്യം പെട്ടെ, നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഉള്ളതിന്റെ എണ്ണ എടുക്കാൻ വന്നല്ലോ. പക്ഷെ അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് നമ്മൾ പറയണല്ലോ. കാരണേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാളും കളർ ചേഞ്ച് ഉണ്ടെന്ന് പറയണല്ലോ. അതെ അതെ, മാറ്റം അല്ലേ. ഇതാണ് നമ്മുടെ വാർത്താന്ന് പറഞ്ഞ സാധനം. ഒന്ന് പോയടാ അവർക്ക് കുളിക്കാനുള്ള സ്ഥലം അല്ല, അവർക്ക് കുളിക്കാനുള്ള സ്ഥലമാണത്. ക്ലീൻ ചെയ്യുന്നത് കണ്ടില്ല, അവരുടെ ആ കൂട് ഒറ്റ കൂടാണത്. ഇത് നമ്മുടെ ഗിനിപ്പന്നിയല്ലേ? കോഴിയുണ്ട്, ഇത് ഗിനിപ്പന്നി. അമ്പാത് പറഞ്ഞോണ്ടല്ലോ, അടുക്കിട്ട് അല്ലേ. കൊള്ളാം. സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് ഇനി, പക്ഷെ അതൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിലൊരു പിള്ളേരുടെ ഇപ്രാവശ്യം അതില്ല. സ്റ്റാളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ? തുടങ്ങിയിട്ടില്ല. എന്താ സ്റ്റാൾ തുടങ്ങാത്ത? ഇവര് പൈസ കൊടുത്തിട്ട് സ്റ്റാൾ തുടങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവും? ചിലപ്പോൾ ചിലതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഉള്ളിലല്ലേ. നമുക്ക് ഉള്ളിലേക്ക് കയറണോ? കയറണ്ട. ഇവിടെ വരെ വന്നിട്ടേ സ്റ്റാൾ കയറണ്ട എന്ന് പറയണ്ട, സ്റ്റാളിൽ കയറണം. ഇവിടെയൊക്കെ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് അറിയണ്ടേ. ഇത് ടീ ബോർഡ് ഇന്ത്യ, ടീ ബോർഡ് ഇന്ത്യ കോഫി ബോർഡ് എന്ന് പറയുന്ന പോലെ കേട്ടോ. ഇവിടുത്തെ അരിയും സാധനങ്ങളും ഇവിടെ ഇനി വൈകുന്നേരത്തേക്ക് ആവും മൊത്തത്തിലേ. ഇത് സ്പ്രിംഗ്ലർ സെറ്റ്. ചെറു കാര്യമുണ്ടേ, ഇതിൽ നോക്കി നടക്കണം. ചില സ്ഥലത്ത് കുഴിയും കുണ്ടൊക്കെ ഉണ്ടാവും. ഈ കിടക്കുന്ന പോലെ തന്നെ ഒരേ സ്ട്രക്ചറിലല്ല കിടക്കുന്നത്. അതല്ലേ, നോക്കിയും കണ്ട് നടന്നിട്ട് എല്ലാ സ്റ്റാളുകളും ബുക്കിംഗ് തന്നെ വരും. എല്ലാം വരും. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഫുള്ള് നഴ്സറി സ്റ്റാളുകളാണ്. ഇവിടെയൊക്കെ ചെടികൾ വരുന്നതേ ഉള്ളൂ. അത് ഇവർ തന്നെയാന്ന് തോന്നണ്ടേ? ഇവരുടെ തന്നെ ഫാമിന്റെ. ഇത് വേറെ പ്രത്യേകത എന്താ അറിയോ, അങ്ങോട്ടും ഉണ്ട് സ്റ്റാളുകൾ. ഇതില് വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് ഫുള്ള് മറ്റേ കിളികൾ അങ്ങനത്തെ സാധനം. ഇത് മറ്റേ ആ ഒരു മേത്തൊക്കെ ഇരുത്തുന്ന സൈസ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ പൂർത്തിയായിട്ടില്ല. നല്ല ജമന്തിന്റെ മണം, പൂക്കളുടെ മണ. ഞാൻ നിന്നത് വേറെ ടെസ്റ്റ് പറഞ്ഞുതരാം. ഇവിടുന്ന് ഇറങ്ങുമ്പോ അല്ല, ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോകും. നമ്മൾ ഈ വഴി വേണം കേട്ടോ പോവാൻ. വഴി ഓർത്ത് വെച്ചോ, മറന്നു കൊണ്ട. ഇവിടെ എന്തോ പുതിയൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ലൈറ്റിന്റെ തന്നെ ആയിരിക്കും. ലൈറ്റ് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. ഇതും വേറെ സ്റ്റാളാണല്ലോ അല്ലേ? ഇവിടെയാണ് മെയിൻ സ്റ്റാളുകൾ. ഇതിന്റെ ഉള്ളിലേക്കാ. ഇത് കണ്ടോ, ആ ചേച്ചി വരച്ചോണ്ടിരിക്കുക അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. ഇവിടുത്തെ ഈ കാർഷിക ഗവേഷണ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാട്ടോ, അതാണ് വരയ്ക്കുന്നത്. ഫാൻസി ഇത് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലേക്കാണ് ഗോൾഡൻ സീഡ്സ് നഴ്സറി. എന്തെങ്കിലും വിത്ത് വേണോ? പിള്ളേര് വരച്ച് വെച്ചു. ഇതുണ്ടോ, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ അമ്പലവേൽ. പിള്ളേരുടെ പണിയാട്ടോ ഇത് മൊത്തം വരയ്ക്കുന്നത്. എന്തായാലും രസം, നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, കഥകളീന്റെ 2 വേഷം കണ്ടോ. ഒന്ന് കഥകളിയാണ്, ഒന്ന് മറ്റേ എന്താ പറയാ നമ്മുടെ തെയ്യം ആണല്ലോ അല്ലേ? ആണ് തോന്നുന്നു. നമ്മുടെ നൊസ്റ്റാൾജിയ കട ഇപ്പോഴും ഉണ്ട്. ഉണ്ടാവല്ലേ? നൊസ്റ്റാൾജിയ കട കാണിച്ചു തരാം. അത് എവിടെ പരിപാടി ഉണ്ട്. അവിടെ കണ്ടില്ലേ, ഇത് നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ മിഠായികൾ.
പഴയകാല എല്ലാ സൈസ് മിഠായികളും ഉണ്ട് അല്ലേ? നമ്മൾ കാണാത്ത സൈസ് മുട്ടായൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന മുട്ടായാണ്. സിസർ മുട്ടായൊക്കെ ഉണ്ട്. 2 സിസർ മേടിച്ച് വലിച്ചാലും നോക്കാം. ആരോഗ്യത്തിന് ഹാനികരാണ്. ഓ ഇതിലൊക്കെ മുട്ടായികളാടി അല്ലേ? ഇതിലൊക്കെ മുട്ടായികളായിരിക്കുന്നത്. ഇത് മുട്ടായൊന്നല്ല, മറ്റേ പപ്പടാണ്. അത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാ. വറക്കുന്ന പപ്പടാണത്. കടകളെല്ലാം വരുന്നുള്ളൂ. അപ്പൊ ഇനി ഉള്ളിലേക്ക് പോകണ്ടല്ലോ, എല്ലാം സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. തുടങ്ങുന്നുള്ളൂ. നമുക്ക് മെല്ലെ പോകാം. ഇറങ്ങാം. നമ്മുടെ പണ്ട് കാലത്തെ ഉപ്പുഭരണി, ഞാൻ പറയായിരുന്നു ഉപ്പുഭരണീന്റെ വെറൈറ്റി ഉപ്പുഭരണികളാണ്. ഒരു സ്റ്റാൾ കേട്ടോ, ഫുള്ള് സംഭവം ഇത് തന്നെ. ഗ്ലാസ്സുകൾ വരെ ഉണ്ട് അതിന്റെ. ഗ്ലാസ് അല്ല, കപ്പ്. കൊള്ളാം. ഇത് കുറെ സാധനം ഉണ്ടല്ലേ? അതെ. ഭരണി വല്ലതും വേണോ അൻസി? നോക്കട്ടെ. നമുക്ക് കൊണ്ടായ പൊട്ടി പോവില്ലേ? കൊണ്ടായ പൊട്ടി പോകും. വീട്ടിൽ വെക്കാൻ എന്തെങ്കിലും ഒരു ഭരണി വാങ്ങാം. എന്തായാലും ഒരു കച്ചവടം. എന്തായാലും ഇവിടെ വന്നില്ലേ? അതെ. ഫസ്റ്റ് കച്ചവടം നമ്മളാണോന്ന് അറിഞ്ഞിട്ടേ മേടിക്കാവുള്ളേ. കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. നല്ല വെറൈറ്റി സാധനം. ചൈന കട പോലെയുണ്ട്. ഇതാണോ നീ ഉദ്ദേശിച്ച സാധനം? ഇത്രയും വലുത് വേണോ? അതിന്റെ ചെറുതുണ്ട്. ഇതതിന്റെ ചെറുതാ. ഇതൊക്കെ എന്ത് വരുന്ന? 280. കൊള്ളാം. 280 അല്ലേ? കുറഞ്ഞിട്ടില്ല. ആൻസിക്ക് ഭരണി കണ്ടപ്പോ ഭരണീനോടൊരു അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഭരണി കണ്ടിട്ടുണ്ട്, പക്ഷെ വാങ്ങാനുള്ള ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇതെന്താന്ന് ആദ്യം എനിക്ക് പിടുത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ചേട്ടന്റെ വീട്ടിൽ ഇത് ഇരിക്കുന്ന കണ്ടപ്പോഴാണ് നമുക്ക് കത്തി തുടങ്ങിയത്. ഇത് ഇന്ന സാധനമാണ്. ഉപ്പിട്ട് വെക്കാം. അമ്മയ്ക്കൊരു ഗിഫ്റ്റ് ഇരിക്കട്ടെ. ഇത് എത്ര? 250 280 ആ ഒരു റേഞ്ച് ആട്ടോ കൂടുതലും. കൊള്ളാം, പക്ഷെ രസമുണ്ട് കാണാൻ. ഇതിന്റെ ചെടിപ്പോട്ടുകളും വരുന്നുണ്ട്, നമ്മുടെ ഗ്ലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്, കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹം സബലീകരിച്ച് കിട്ടിയിട്ടോ. വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് ഭയങ്കര എമൗണ്ട് ആണ്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. 160 തൊട്ടുണ്ട്. കുഞ്ഞി പോട്ട് തൊട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇവിടെ ഫുൾ ഇൻഡസ്ട്രിയലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആണ്. ഇത് നമ്മുടെ റീൽസ് ഒക്കെ കാണുന്ന ഇടിക്കുന്ന സംഭവം അല്ലേ? ഇടിക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിലും ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സെറ്റ് ആയിട്ടില്ല. ഞാൻ ഇതിലിങ്ങനെ വിചാരിച്ചോളേ, ഞാൻ ഏതോ ഒരു സിനിമ നടിന്റെ വീഡിയോ കണ്ടപ്പോൾ അതെ, അപ്പൊ ഞാൻ ഇതൊക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക. അതെ, മത്സ്യകന്യക വരുന്നുണ്ട് കേട്ടോ. സ്റ്റാളുകൾ മൊത്തം കണ്ടാലേ മത്സ്യകന്യകയിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മത്സ്യകന്യക വരുന്നുണ്ട്, പക്ഷെ വന്നിട്ടില്ല. വരുന്നതേ ഉള്ളൂ. എല്ലാം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മുടെ ഗ്രൗണ്ട് കാര്യങ്ങൾ. വേണമെങ്കിലേ സൈഡിലേക്ക് നല്ലതായിരിക്കും. ഇതിന്റെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ള ആനയൊക്കെ ഉണ്ടല്ലോ. ആനയെ കൊടുപ്പിച്ച് വെച്ചിരിക്കുക. പണി നടക്കുന്നുള്ളൂ. ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ ചെയ്തോണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഊഞ്ഞാലല്ലേ? ഇവരുടെ ഊഞ്ഞാല്. അതേപോലെ തന്നെ ഇതെന്തായിരുന്നു സംഭവത്തിന്റെ പേര്? ഇത് മറ്റേ കറങ്ങണ സംഭവം. അതന്നെ പേരറിഞ്ഞേ. ഇവിടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അതേപോലെ തന്നെ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ കൂടി ഇറങ്ങി പോവാം. ഗ്രൗണ്ടിൽ കൂടി ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ പോയാൽ മതിയോ? എന്തായാലും ഇതുണ്ടോ, ഇതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? വേറെ മെയിൻ ഫുഡ് എന്തായിരിക്കും അറിയോ? പരിപ്പ്. അല്ല, പരിപ്പും റൊട്ടിയും പരിപ്പും കറി. ഇവരുടെ കറി, മെയിൻ കറി അതാണ്. ചൈന അതിനനുസരിച്ച് ആരോഗ്യമുണ്ട്. നമുക്കാണ് ഇത് കഴിക്കുമ്പോഴത്തേക്കും ഗ്യാസ് അത് ഇതൊക്കെ നമ്മൾ പറയും. ഇവര് പിന്നെ അതിനനുസരിച്ച് പണിയെടുക്കണ്ട കേട്ടോ. അതാണ് കാര്യം. ഓരോ ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും. രാത്രി ആവണടി, എല്ലാം സെറ്റാണ്. രാത്രി ആവണം. ഒന്ന് വേണേ മാറിക്കോ. ഇത് പരിപാടിയൊക്കെ വരുന്ന ഗ്രൗണ്ട്, സ്റ്റേജ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നോക്കി നടക്കുകയാണെങ്കിൽ ജനറേറ്ററിൽ പോയി ഇടിക്കില്ല. അതെ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അടങ്ങി ഇതാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ ബോക്സുകളാണ്. അല്ല, ഇവിടെ വേറെ എന്തൊക്കെ കുട്ടിച്ചാത്തന്റെ ഒക്കെ എന്തോ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് 3D ആയിരിക്കും. എന്തൊക്കെയൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ അത് 2-3 ദിവസം കഴിഞ്ഞാണ് ശരിക്കും സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. റെഡിയാവും. ഇതുകൊണ്ട് അവിടെയൊക്കെ എന്തൊക്കെയോ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളുടെ എന്തൊക്കെയോ സിസ്റ്റങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. എല്ലാ വർഷം വരും ഇവര്. ഇതുകൊണ്ടേ എത്ര ജനറേറ്റർ കിടക്കുന്നുണ്ടോ? അതെന്താന്നറിയോ? ഇത് 10 ഏക്കർ ഉണ്ട് സ്ഥലം. അതെ, 10-12 ഏക്കർ ഉണ്ട്. അപ്പൊ അത് മൊത്തത്തില് കറണ്ട് കൊടുക്കണ്ടേ? നനയ്ക്കുകയും പെറുക്കുകയും എല്ലാം ചെയ്യണ്ടേ? പണിയില്ലേ? റോസാപ്പൂവാണല്ലോ.
അതെന്താ പറയുക, ഇതിന്റെ ഉള്ളിലേക്കൊന്നും ഇപ്പോൾ റോസാപ്പൂവിന് മണം അല്ലേ? ഈ താഴേക്ക് നോക്കിയൊക്കെ ഫുള്ള് റോസാപ്പൂവാണ്. നാൻസി, ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം എന്താ അറിയോ, പണ്ടൊക്കെ ഈ പുറമേ നിന്നുള്ള നേഴ്സറിക്കാർ ഇഷ്ടംപോലെ സ്റ്റാൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പുറമേ നിന്നുള്ള നേഴ്സറിക്കാർക്ക് സ്റ്റാൾ എവിടെ കൊടുക്കാൻ അങ്ങനെ ലാസ്റ്റ്. അതുകൊണ്ട് ആരും അങ്ങനെ എടുക്കലില്ല. ഇവര് തന്നെ ഇവരുടെ സ്റ്റാളുകൾ ഇവര് എടുക്കുമല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. റോസ് അങ്ങനെ വിരിഞ്ഞ നല്ല മണം. പൂക്കളാവണായിരുന്നു. അതെ, എന്നാലും അത്യാവശ്യം പൂക്കളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നായിട്ട് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. അല്ല, കുറച്ച് പൂക്കളാവാനുള്ള കുറച്ച് മരുന്നും കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ. കെമിക്കൽ അല്ലടി, അതിനുള്ള ഹോർമോൺ ഉണ്ട്. 8 ദിവസം കൊണ്ട് പൂവാവും. അതിനനുസരിച്ച് അടിച്ചിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോ. അടിച്ചപ്പോഴേക്കും ഇത്രയും പൂവായിട്ടുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് പുറത്തേക്ക് പോവല്ലേ? ഇനി പുറത്തേക്ക് ചെറുതായിട്ട് മൂളുന്നേ. ഫുഡ് കഴിക്കാൻ സമയമായി. ഓ, മൂളി കഴിയാനായപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അത് നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമെന്നല്ല, ഇവർക്ക് ഫുഡ് കഴിക്കാൻ സമയം. ഫാമിലി ജീവനക്കാർ ഫുഡ് കഴിക്കാൻ സമയം എങ്ങനെ അറിയാന്നറിയാം. വീട്ടിൽ ചെന്ന് അപ്പൊ ഫുഡ് കഴിക്കാം. ഇത് കൊള്ളാലോ, ഫോട്ടോഷൂട്ടിനുള്ള ഏരിയ ഉണ്ട് അല്ലേ? പക്ഷെ അതാ പൂക്കളായിട്ടില്ല. അത് നമ്മുടെ മറ്റേ സാധനമാണ്, കാറ്റ് ക്ലോ എന്ന് പറഞ്ഞ സാധനം. മറ്റേ ചൂണ്ടച്ചെടിയില്ലേ, അതാ സാധനം. അത് പൂക്കുന്ന സമയത്തല്ലെന്ന് തോന്നുന്നു. പൂക്കാൻ തുടങ്ങി അത് നിറച്ച് പൂവായിരിക്കും. നല്ല ഭംഗിയല്ലേ കാണാൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷോർട്ട് വീഡിയോകളിൽ വൈറലായ കൊടയുടെ സ്ഥലമായിരുന്നു ഇത്. കൊടയില്ല, പൂക്കള് മാത്രമേ. എന്തെങ്കിലും സെറ്റ് ചെയ്യുമായിരിക്കും. രാത്രി ആവുമ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അത് നമ്മൾ 1-ാം തീയതി തന്നെ വന്നോണ്ടാ. 2 ദിവസം കഴിയുമ്പോഴേ ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അല്ലേ? കൊള്ളാം, സംഭവം കൊള്ളാം. എന്തായാലും ബോഗൺവില്ല കൊള്ളാം അല്ലേ? അത് മാത്രല്ല, ഈ തൂങ്ങിക്കിടക്കുന്ന ചെടി ഉണ്ടോ, അത് മൊത്തം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ല ഭംഗിയാവനെ. അത് പക്ഷെ അത്ര കേറിയിട്ടില്ല, അത്ര ആയില്ല. ഇവിടെ ഒരു ഏരിയയിൽ കുറച്ചുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. അതായത് നമ്മൾ പൂപ്പലി കഴിഞ്ഞ് ഇത് തോണിയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. തോണിയല്ലേ അകത്ത് പൂക്കളൊക്കെ ആയിരിക്കും. ഇതുണ്ടോ, ഇതിൽ കഴിഞ്ഞ വർഷം വേറെ സംഭവം ഉണ്ടായിരുന്നു, തെയ്യത്തിന്റെ ചെയ്യാൻ തുടങ്ങുവാണ്. വിറകെല്ലാം വെട്ടി അങ്ങനെയാ വെച്ചേക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. റെഡിയായി വരുവുള്ളായിരിക്കും. ഇവിടെയൊക്കെ പൂക്കളാണ് കേട്ടോ, ഫുള്ള് കാണുന്ന. അങ്ങനെ നല്ല ഭംഗി എല്ലാം കാണാൻ. അതെ, നമ്മുടെ ഈ പ്രാവശ്യത്തെ പൂപ്പലി ഇവിടെ അവസാനിക്കുകയാണ്. പൂപ്പലി അവസാനിച്ചിട്ടില്ല, നമ്മുടെ പൂപ്പലി ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതെ, കാണാൻ കൊള്ളാം. ഇതിലെ ഗേറ്റ് വെച്ചോണ്ടേ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, എല്ലാവരും തള്ളി ഇങ്ങോട്ട് കയറിയാണ്. അല്ല, പൈസയും കൊടുത്ത് ചില ബിരുദന്മാർ ഇതിലങ്ങ് ഇറങ്ങിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോകും. അങ്ങനെ പോവാതിരിക്കാനാ. നമ്മളേതാ ഒന്നാം, നമ്മളറിയില്ല, എവിടെയാണെന്നറിയില്ല. ഇത് കൊള്ളാം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ അംഗം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. നമ്മൾ എക്സിറ്റിലെത്തി. ഇങ്ങനെ ഒരു എക്സിറ്റ് അടിച്ചതും തരും നന്നായി. ഇവിടെ പിന്നെ വേറെ കാര്യമുണ്ട്, എത്ര സമയം വേണമെങ്കിലും ഇതിന്റെ അകത്ത് കൂടി നടക്കാം. അതെ, ഇന്ന സമയം ഒരു സമയമില്ല, അതാണ് സമയമുണ്ട്. ഇത് അടയ്ക്കുന്നോളം വരെ സമയമുള്ളൂ. അതെ, അത്രയും സമയമുണ്ടല്ലോ. രാവിലെ എടുത്തിട്ട് വൈകുന്നേരം വരെ കൂടെ നടക്കാം. അപ്പൊ മുതലാവും. അല്ലെങ്കിൽ വൈകുന്നേരം എടുത്തിട്ട് രാവിലെ വരെ നടക്കാൻ പറ്റില്ലല്ലോ, മുതലാവൂല. നമ്മൾ മാക്സിമം മുതലാക്കി എടുക്കണം, അതാണ് നമ്മുടെ മുതല്. നമുക്ക് നേരത്തെ ഫ്രണ്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നേ. പൂപ്പലി 2026 ആദ്യം കാണിക്കണ്ടേ? അതെ, ലാസ്റ്റ് കാണിക്കും. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു, നമ്മൾ ഇനി വണ്ടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടിക്കാണല്ലോ എടുത്തു മാറ്റാൻ പറഞ്ഞല്ലോ അല്ലേ? ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം കണ്ടു വണ്ടിയിലെത്തി കേട്ടോ. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഇന്നും നാളെ ആരും വരരുത്, ഒരു 4 ദിവസം കഴിഞ്ഞ് വന്നോളൂ, നിങ്ങൾക്ക് എല്ലാം കാണാം. സ്റ്റാളിലുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാം കാണാം. അല്ല, ഇപ്പൊ സ്റ്റാളുകൾ വന്നിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ പൂക്കളൊക്കെ കുറച്ചും കൂടി ഒന്ന് വിരിയാനൊക്കെ ഉണ്ട്, കുറച്ചും കൂടി സെറ്റ് ആവണം. അപ്പൊ സെറ്റ് ആണെങ്കിൽ ഒരു 2-3 ദിവസം അത് കഴിഞ്ഞ് നിങ്ങൾ വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇപ്പൊ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ദിവസം തന്നെ നല്ല തിരക്കുണ്ട്. അതെ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വരണല്ലോ, ഞങ്ങൾ ഇന്ന് തന്നെ വന്നേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അമ്പലയിൽ വരെയുള്ള കാഴ്ചകൾ വേണമെന്ന് കാണിക്കാം. അമ്പലം ടൗണിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലേ? വേണ്ട,
ഫുള്ള് നല്ല തിരക്കാണ്, തിരക്കുണ്ട്. വണ്ടിയോട് വണ്ടി. അത്രേ ഉള്ളൂ. ഈ സാധാരണ ഞങ്ങൾ പണ്ടൊക്കെ ഈ 15 ദിവസം ഞങ്ങള് അമ്പലയിൽ വരൂല, വന്നിട്ടുണ്ടെങ്കിലും കാര്യമില്ല. കാരണം ടൗണിലേക്ക് വണ്ടികളൊന്നും വരാൻ പറ്റില്ല. നമുക്ക് ടൗണുകളിന് അപ്പുറത്തേക്ക് പാർക്കിംഗ് ഒക്കെ ഫുള്ളും ആയിരിക്കും. അപ്പൊ നമുക്ക് വണ്ടിയും കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ബൈക്കും കൊണ്ടായിരുന്നു ഇത്രയും വർഷം വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ വരെ ബൈ.